ആയിരിക്കാം. നമ്മൾ ഫിലിപ്പ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം വരെ ചിന്തിച്ചാണ് നിർത്തിയത്. നമുക്കിത് അവിടുന്ന് തന്നെ തുടങ്ങാം. നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം. കർത്താവിന്റെ വരവേറ്റു അടുത്തിരിക്കുന്നതുകൊണ്ട് 5-ാം വാക്യത്തിന്റെ അവസാനം കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠാകുലര് ആകരുത്, വിചാരപ്പെടരുത്. അതുകൊണ്ട് നമ്മൾ വ്യാകുലപ്പെടരുത് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിപ്പാൻ ഉള്ള ആഹ്വാനം അപ്പോസ്തലൻ പൗലോസ് സ്തുതിക വിശ്വാസികൾക്ക് നൽകി കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മളിങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആകാംക്ഷ നിറഞ്ഞ, ആ ഈഗർനെസ് നിറഞ്ഞ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തിലെ ആകുലതകൾ കൈയടക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് കർത്താവിന്റെ വരവിൽ തന്നെ നഷ്ടമായി പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടം വൃഥാവായി പോകും. അത് സമയാസമയങ്ങളിൽ നാം ശോധന കഴിക്കണം. നമ്മെ തന്നെ വിധിച്ചുകൊണ്ട്, നമ്മെ തന്നെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഹൃദയങ്ങളിൽ എല്ലാ ദിവസവും നിറഞ്ഞിരിക്കുന്നത് ഈ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളാണോ, അതോ വരുവാനുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയും കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ഒരു ആകാംക്ഷ, വലിയൊരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല എങ്കിൽ അത് എന്തുകൊണ്ട്? ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോൾ എന്തുകൊണ്ടില്ല? ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൂടുതലായി കർത്താവിന്റെ വരവിനായി നോക്കി പാർത്ത് ഹൃദയങ്ങളിലാണ്. അത് നമ്മള് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ അടയാളമാണ്. കർത്താവിന്റെ വരവ്, കാത്തിരിപ്പ്, ആ പ്രത്യാശ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാണ് നമ്മുടെ ഉള്ളിലെ ആ ഞരക്കവും ആ ആകാംക്ഷയും. അവന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തു. എന്നാൽ അതിനെ തടസ്സപ്പെടുത്താൻ തക്ക ശക്തിയുള്ള ആകുലതകൾ ഈ ലോകത്തില് ഉണ്ട്. ആ ആകാംക്ഷയ്ക്ക് ഭംഗം വരുത്തുന്ന, ആ ആകാംക്ഷയ്ക്കും കർത്താവിനോടുള്ള ഏകാഗ്രതയ്ക്കും മുടക്കം വരുത്തുന്ന, അതിനെ ഇടർച്ച വരുത്തുന്ന രീതിയിലുള്ള വെല്ലുവിളികളുടെ നടുവിലൂടെയാണ് നാം ജീവിക്കേണ്ടത്. പ്രതിസന്ധികളാണ് നമുക്ക് ഉള്ളത്. എന്നാൽ ലക്ഷ്യത്തോടു കൂടി ഓടുന്നവര് അവര് ദിനംതോറും തങ്ങളുടെ ജീവിതത്തെ പുനഃപരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം. ആകുലതകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും എന്റെ കർത്താവിനുമായുള്ള ബന്ധത്തിലുള്ള എന്റെ ആ ഏകാഗ്രതയും കർത്താവിനുള്ള സന്തോഷത്തെയും കർത്താവിനായി കാത്തിരിക്കുന്ന എന്റെ ഉള്ളിലത്തെ ആ ആകാംക്ഷയും അതിനെ കവർന്നു കളയാൻ ഈ ഭൂമിയിൽ ഒരു ആകുലതകളെ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ക്രിസ്ത്യ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അവരെ അതിനായി പ്രബോധിപ്പിക്കുന്നു. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിച്ചു. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്, ഒന്നിനെക്കുറിച്ചും ഓർക്കരുത് എന്നല്ല. ഓർമ്മയും ചിന്തയൊക്കെ നമുക്ക് വരും. പക്ഷെ ഒരു വ്യാകുലമായി അതിനെ തീർത്ത് അത് നമ്മളെ ഭരിപ്പാൻ അനുവദിക്കാതെ വണ്ണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. കർത്താവിൽ ആശ്രയിച്ച് അതിന് ചർച്ചിലുള്ള ദൈവമക്കളെ അപ്പോസ്തലൻ പൗലോസ് പ്രബോധിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാത്തിനും വേണ്ടി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അത് അപ്പോസ്തലന്മാർ ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ അത് കർത്താവിന്റെ ഉപദേശത്തിൽ നിന്നാണ് അവര് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, മത്തായി സുവിശേഷം 6-ാം അധ്യായം, അത് വളരെ കാണാപ്പാടം അറിയാവുന്ന വാക്യമാണെങ്കിലും ഈ ഭാഗങ്ങൾ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ ഇത്രയും ദൃഢമായി പതിയാൻ കാര്യം അപ്പോസ്തലന്മാർക്കും ശേഷം കടന്നു വന്ന പൗലോസ് അപ്പോസ്തലനും എല്ലാം യേശുവിന്റെ ഉപദേശങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് അവരെ പഠിപ്പിച്ചത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും നമ്മുടെ സഭകളിൽ മാറി മാറി നാം ധ്യാനിക്കുന്ന വേദഭാഗം തന്നെയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം. യേശു തന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിലായി ഇങ്ങനെ പറയുന്നു. ഒടുവിലല്ല, അതിന്റെ ഒരു ഏകദേശം തീരാൻ പോകുന്നതിന് മുമ്പുള്ള ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പറയുന്നു. കർത്താവിന്റെ കരുതലിനെ നടത്തിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. 6-ന്റെ 30-ാം വാക്യം. ഇന്ന് ഉള്ളതും നാളെ അടുപ്പിൽ, മത്തായി സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വൈലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ ഈ ഉപദേശങ്ങളെല്ലാം കർത്താവിന്റെ ഉപദേശങ്ങൾ, കർത്താവ് ശരീരത്തിനായി വിചാരപ്പെടരുത്. എന്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? ശരീരത്തിന്റെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഒക്കെ പ്രാധാന്യങ്ങള് ഓരോന്നും അതിന്റെ അടുക്കും ചുറ്റിയോടുകൂടി യേശു പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്. ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കടപ്പയിൽ കൂട്ടിവെക്കുന്നത്, എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവയെ പുലർത്തുന്നു, അവയേക്കാൾ നിങ്ങളെ ഏറ്റവും വിശേഷമുള്ളവരല്ലോ. എന്നിട്ട് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, വ്യാകുലപ്പെട്ടതുകൊണ്ട്
എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാകരുത്. വ്യാകുലപ്പെടുന്നതുകൊണ്ട് ഗുണമുണ്ടാകത്തില്ലെന്ന് മാത്രമല്ല ദോഷം ഉണ്ടാകുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. ഒരാൾ ദൈവവൈതൽ വ്യാകുലപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് ഗുണമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒന്നും ആയുസിനോട് ഒരല്പം കൂടെ കൂട്ടാൻ, ഒന്നും ചെയ്യാനോ അതിനകത്തെ അവസ്ഥയ്ക്ക് വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ഈ ആകുല ചിന്തകൾ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് യേശു അല്പവിശ്വാസികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. കാരണം എന്താണ് ഈ അല്പവിശ്വാസികൾ എന്ന് വിളിക്കുന്ന? അതുകൊണ്ടാണ് അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് 30-ാം വാക്യം, ഇന്ന് ഉള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അപ്പം ഇവരെയാണ് കർത്താവ് ആരാക്കി തീർക്കുന്നറിയാവോ? ഈ അല്പവിശ്വാസികളാണ് ആരായി മാറേണ്ടത്? അല്പത്തിൽ വിശ്വസ്തരായി മാറേണ്ടവരാ. അപ്പം അല്പവിശ്വാസികളായി തുടരാനല്ല കർത്താവ് ഇവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവാശ്രയത്തിൽ ജീവിക്കാനാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിലെ ഏത് ചെറിയ കാര്യങ്ങളിലും, എത്ര മനുഷ്യർക്ക് അപ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളിലും തന്റെ മക്കൾ ആരായിരിക്കണം? വിശ്വസ്തര് ആയിരിക്കണം. വിശ്വാസത്തിന്റെ ആരംഭത്തിൽ അല്പവിശ്വാസികളെ എന്നുള്ള വിളി നല്ലതാണ്. പക്ഷെ ശിഷ്യത്വത്തിന്റെ തുടർന്നുള്ള നാളുകൾ ആ വിളി യേശു വിളിക്കുന്നില്ല. അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അങ്ങനെ അല്ല പിന്നീടായിരുന്നു. പക്ഷേ മരണം വരെ നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അല്പവിശ്വാസികളായിരിക്കുന്നതല്ല, പിന്നെയോ അല്പത്തിൽ വിശ്വസ്തരായിരിക്കും. ഏത് കാര്യത്തിലും, അതായത് എത്ര മനുഷ്യർക്ക് മുമ്പിൽ എത്ര അൺഇമ്പോർട്ടന്റ് തോന്നി, ഇതാണോ ഇതങ്ങോട്ട് ചെയ്തില്ല, ഇതിന് ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, ഇതിപ്പോ അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ അങ്ങോട്ട് പോയില്ലെങ്കിൽ, ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെന്ന് വെച്ചാൽ വളരെ മനുഷ്യർ റൈറ്റായി എടുക്കുന്ന വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും തന്റെ മക്കൾ വിശ്വസ്തരായിരിക്കണം. ഏറ്റവും ചെറുതിൽ. അതുകൊണ്ട് പറഞ്ഞാൽ അല്പത്തിൽ വിശ്വസ്തരല്ലാത്ത ഒരാൾക്കും അധികത്തിൽ വിശ്വസ്തരാകാൻ കഴിയത്തില്ല. അപ്പൊ അല്പവിശ്വാസികളായി ഇവരുടെ ശിഷ്യത്വം ആരംഭിക്കുന്നു, അവരെ ട്രെയിൻ ചെയ്യുന്നു, അവരെ ദൈവാശ്രയത്തിലേക്ക് കൊണ്ടുവരുന്നു, അവരെ ഭൗതികമായ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ, ഉയരത്തിലുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ, ഉയരത്തിലേക്ക് എത്തേണ്ടതിന് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ അവരെ ഭൂമിയിലുള്ളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചു. ഭൗമികമായ വിഷയങ്ങളോട് ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ട സമീപനം, അവരുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അവരെങ്ങനെ ആയിരിക്കണം. എന്നിട്ട് യേശുവിന്റെ പഠിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്. യേശുവിന് മടിയില്ല. ആ കാലത്തിൽ നടക്കുന്ന അനാചാരങ്ങളെ തൊട്ട്, അല്ലെങ്കിൽ കപട ആത്മീയതയെ, കപട ഭക്തിയെ തൊട്ട് ഉണർത്തി കാണിച്ചു കൊടുത്ത് യഥാർത്ഥ ഭക്തിയിലേക്ക് അവരെ നയിക്കാൻ യേശുവിന് ഒരു മടിയും ഇല്ല. കാരണം മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നല്ലോ കർത്താവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവരെ വ്യക്തമായിട്ട് ഓരോ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചും ഉപവാസ പ്രാർത്ഥനകളെ കുറിച്ചും സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും യേശു പഠിപ്പിക്കുമ്പോൾ എങ്ങനെ അല്ലാതിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ ആ ഉപദേശം കൊടുത്തിരുന്നു. അപ്പോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി എങ്ങനെയാണ് ഞങ്ങളുടെ ഭൗതികമായ വിഷയങ്ങളെ, ഈ ഭൂമിയുടെ ജീവിതത്തെ, അതിന്റെ ആവശ്യങ്ങളെ നോക്കി കാണേണ്ടത് എന്ന അവർ കുഴഞ്ഞു പോകാതെ അതിനെ നോക്കിക്കാണാനുള്ള യഥാർത്ഥ മാർഗരേഖ അവരുടെ മുമ്പിൽ വെക്കുകയാണ്. ഇത് അപ്പോസ്തലന്മാർ കൈമാറിയിരുന്നു, സഭയ്ക്ക് കൈമാറിയിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് ഈ ഉപദേശം ലഭിച്ചിരുന്നു. യേശുക്രിസ്തുവിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെ അദ്ദേഹവും കൈക്കൊണ്ടിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് താൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ വിശ്വാസികളെ വ്യക്തമായി അത് പഠിപ്പിച്ചിരുന്നു. വ്യക്തമായ ബോധ്യം. നമുക്കറിയാമല്ലോ, കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽക്കൽ ഇരുന്ന് നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ അവന്റെ ഉപദേശം പഠിക്കുന്നത്, അല്ലേ? പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവന്റെ ഉപദേശങ്ങൾ എന്തൊക്കെ. അത് തലമുറയായി ആ ഉപദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന പോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിലും ആ ഉപദേശം എത്തിച്ചേർന്നു. അത് നമ്മുടെ ഉള്ളിലും എത്തിച്ചേർന്നു. എന്തിനു വേണ്ടിയാ ഇത്? എന്തിനാ നമ്മുടെ ഉള്ളിലേക്ക് ഈ കർത്താവ് അടിസ്ഥാനമിട്ട് ഉപദേശങ്ങൾ എത്തിക്കുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വ്യക്തമായ അടിസ്ഥാനം ഉണ്ടാകാനും, അത് മണലിന്മേൽ പണിതൊരു വീടല്ല, അത്
ആഴെ കുഴിച്ച പാറമേൽ അടിസ്ഥാനമിട്ടൊരു ഭവനമായി, ഒരു വ്യക്തിയായി നമ്മൾ മുകളിലേക്ക് പണിയപ്പെടേണ്ടതിനാണ് ക്രിസ്തുവിന്റെ ഉപദേശം നമ്മളെ തേടി വരുന്നത്. ആ ക്രിസ്തുവിന്റെ ഉപദേശത്തിന് മാത്രമേ ഒരാളുടെ ജീവിതത്തിന് അടിത്തറയുണ്ടാക്കത്തുള്ളൂ. ആഴെ കുഴിച്ച അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ അത് ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, അതിന്റെ വചനങ്ങളെ കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ദൈവമൈതന്റെ ജീവിതത്തിന് അടിത്തറ ഉണ്ടാകുന്ന, അടിസ്ഥാനം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ താൻ അത് പൂർണ്ണമായി പ്രാപിച്ചിരുന്നു. തന്റെ വിശ്വാസികൾക്കും തന്നിലൂടെ കർത്താവിലേക്ക് കടന്നു വന്ന ദൈവമക്കൾക്കും ഈ അടിസ്ഥാനങ്ങളെ പങ്കുവെച്ചുകൊണ്ടേ. അപ്പം ഞാനിത് പറയാൻ കാര്യം, കർത്താവ് വളരെയധികം ആഗ്രഹിച്ചു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കേട്ട പോലെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അറിയാത്തതല്ല നമ്മുടെ പ്രശ്നം, അറിഞ്ഞിട്ടും അതനുസരിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ദൈവഹിതം അറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് ഇന്നത്തെ ആത്മീയർ നെട്ടോട്ടം ഓടുമ്പോൾ ദൈവവചനത്തിൽ വായിക്കുന്ന അപ്പോസ്തലന്മാരും വിശ്വാസവീരന്മാരും സഭയിലെ വിശ്വാസികൾ നെട്ടോട്ടം ഓടിയ ദൈവഹിതത്തിനല്ല എന്ന് നമ്മളെ കേൾപ്പിച്ചു. മറിച്ച് അവരെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ദൈവത്തിന്റെ ഹിതം ദിനം പ്രതി അനുസരിക്കാൻ, അതിനെ പാലിക്കുവാൻ, അതിനെ പ്രാവർത്തികമാക്കുവാൻ, ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരത്തിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വീണ്ടും ദൈവം നമ്മളെ ഓർപ്പിച്ചു. അങ്ങനെ ആണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുകയാണ്, ജീവിതത്തിൽ നിങ്ങൾ ആത്മീയമായി മുന്നേറുമ്പോൾ തന്നെ എത്ര നിങ്ങൾ ആത്മീയമായി മുന്നേറിയോ അത്രയും നിങ്ങളെ പിന്നോക്കം കൊണ്ടുവരാനുള്ള ശക്തി എന്തിനുണ്ട്? ഭൗമികമായ വിഷയങ്ങളുടെ ആകുലതകൾക്കുണ്ട്. ഈ ഭൂമിയിലെ വിഷയങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, അതിന്റെ കാലതാമസങ്ങൾ, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുകൾ, അതിനകത്ത് അത് നിമിത്തം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ദൈവം അതുവരെ ചെയ്തത് ഏതുമില്ല എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ ഇനി ചെയ്യാനുള്ളതിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തുവാൻ ഈ ആകുലതകൾക്ക് ശക്തിയുണ്ട്. അത് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നവരാ. ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും അതിശക്തവും അത്ഭുതകരമായ പ്രവൃത്തികൾ ദൈവം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഭയിലെ ഓരോ വിശ്വാസികളെ നിർത്തിയാൽ അവരോട് ഓരോരുത്തരോടും കഴിഞ്ഞ കാല ജീവിതത്തിന്റെ സാക്ഷ്യം പങ്കുവെക്കാൻ പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന, അതിശയിപ്പിക്കുന്ന, കേൾവിക്കാരെ അതുകൊണ്ട് രോമാഞ്ചം കൊള്ളിക്കുന്ന, ആത്മീകമായി തന്നെ നമ്മള് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും നമ്മളെ നയിക്കുന്ന അത്ഭുത പ്രവർത്തികളുടെ സാക്ഷികളാണ് ഇന്ന് ഞാനും നിങ്ങളും. എന്നിട്ടും ഇത്രയധികം ദൈവം നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി ചെയ്ത കർത്താവിൽ സന്തോഷിപ്പാൻ നമ്മൾ കണ്ടെത്തേണ്ട കാരണങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്നും, നമ്മുടെ പദവികളെ, സ്ഥാനങ്ങളെ മാറ്റിയതും, ലക്ഷ്യങ്ങളെ മാറ്റിയതും എല്ലാം വ്യക്തമായി അനുഭവിച്ചത് തീർന്നില്ല. അതോടൊപ്പം തന്നെ ദൈനംദിന ആവശ്യങ്ങളെ അത്ഭുതകരമായി ചെയ്തു തന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കി, ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലിൽ കൂടി ചെങ്കൽപ്പാറ ഒരുക്കിയതുപോലെ തന്നെ, മാറായെ മധുരമാക്കിയ പോലെ തന്നെ, വൻ മതിലുകളെ തകർത്ത പോലെ തന്നെ, യോർദാന്റെ അടിത്തട്ടിലൂടെ അവരെ നടത്തി അക്കരെ എത്തിച്ച പോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവം നടത്തിയിട്ടുണ്ട്, നടത്തുന്നുള്ളതിന് ആർക്കും സംശയമില്ല. എന്നിട്ടും നമ്മൾ ഇന്ന് ആകുലചിത്തരായിരിക്കുന്നെങ്കിൽ വ്യാകുലതകളുടെ ഉത്കണ്ഠയുടെ സ്ഥാനം എന്തുമാത്രമുണ്ടെന്ന് ഓർത്തോണം. എന്നിട്ടും നാം പല അവസരങ്ങളിൽ ദൈവത്തെ സംശയിക്കുന്നെങ്കിൽ, എന്നിട്ടും നാം ജീവിതത്തിന്റെ പല അവസരങ്ങളും പകച്ചു നിൽക്കുന്നെങ്കിൽ, എന്നിട്ടും നാം ജീവിതത്തിൽ ഇതിന്റെ മേൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കും, ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ഭൗമികമായ വിഷയങ്ങൾക്ക് എത്ര സാരമായ സ്വാധീന ശക്തിയുണ്ട് നമ്മുടെ ആത്മീയതയുടെ മേൽ. ഇല്ല എന്ന് ആരും പറയണ്ട, വ്യക്തമായിട്ടുണ്ട്. ദൈവം ചെയ്ത നൂറുകണക്കിന് കാര്യങ്ങളെ നമ്മളിൽ നിന്ന് മറപ്പിക്കത്തക്ക ശക്തിയുണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളിക്ക്. അതുകൊണ്ടാണ് യേശു വ്യക്തമായി പഠിപ്പിച്ചത്, ഓരോന്നിനും നിങ്ങൾ അതിന്റെ പ്രാധാന്യമേ കൊടുക്കാവൂ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്,
നിങ്ങൾ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നുള്ള ബോധ്യത്തോടെ വേണം ഈ ഭൗമിക വിഷയങ്ങളെ നോക്കിക്കാണാൻ. നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യവും നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം എങ്ങനെ ഇടപെടുമെന്നുള്ള ബോധ്യവും. അതുകൊണ്ടാണ് ഇവിടെ നാം ഫിലിപ്പിലേട്ട് ചിന്തിക്കുന്നത്, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. എന്നാന്നറിയോ? ഭാരങ്ങളാൽ ഹൃദയം വിങ്ങുമ്പോൾ, ആകുലതകളാൽ മനസ്സ് നിറയുമ്പോൾ, നാം ഒരു അല്പസമയം അതിനെ രണ്ടാമതാക്കിക്കൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്ന് ഓർക്കുവാൻ, നന്ദി പറയാൻ ആരംഭിക്കുമ്പോഴാണ് നമ്മൾ അതിശയിച്ചു പോകുന്നത്. ഞാൻ എന്തിനായി വ്യാകുലപ്പെടുന്നത്? ദൈവം ചെയ്തിരിക്കുന്നതിന് നന്ദി പറഞ്ഞ് തീർത്തിട്ട് എനിക്ക് പുതിയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും അധികം ദൈവം തന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില വാക്കുകളിൽ ഒതുക്കി ക്രിസ്തീയ ജീവിതത്തെ നാം ഒതുക്കിക്കളയുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോൾ ആകുലതകൾക്ക് നേരെ നമ്മൾ എടുക്കുന്ന ആയുധമായിരിക്കണം ദൈവജന ഉപകാരങ്ങളുടെ ഒരു വലിയ പട്ടിക. അതിനെ നിരത്തിക്കൊണ്ട് നമ്മൾ ഈ ആകുലതകളെ നേരിടണം. ഇല്ല എങ്കിൽ നാം വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു, നിസ്സാരമായ കാര്യങ്ങളെ, വയലിലെ പുല്ലിനെ, പൂവിനെ, അതിന്റെ ഭംഗിയും നിറവും അതിനെ അലങ്കരിച്ച് നിർത്തുവാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവിന് കഴിയുമെങ്കിൽ, പറവജാതികൾക്ക് അവയ്ക്ക് ഭണ്ഡാരപ്പുരകളില്ല, അവർക്ക് കൂട്ടിവെക്കുവാൻ കളപ്പുരകളില്ലാഞ്ഞിട്ടും സമയങ്ങളിൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നു എങ്കിൽ, ഏറ്റവും നിസ്സാരമായ ദൈവം കരുതുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എത്രയധികം കരുതും. അതിന്റെ അർത്ഥം മനസ്സിലായോ? എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെ കുറിച്ചുള്ള ഭാരം തിങ്ങുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഏറ്റവും നിസ്സാരമായതിനു വേണ്ടി പോലും അവരുടെ ആവശ്യങ്ങൾക്ക് ദൈവം കരുതുന്നുണ്ടെങ്കിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ കരുതാതിരിക്കുമോ? അവൻ കരുതുന്ന കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ കാണണം. പക്ഷെ വ്യാകുലതകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് കാണണം? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ച് എനിക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. കരുതുന്ന ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ നമ്മുടെ പിതാവാണെന്ന് ഓർക്കണം. അവൻ ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നതിനെ സാരമായി പോറ്റുന്ന ദൈവമാണെങ്കിൽ, അവന് സാരമായിരിക്കുന്ന തന്റെ മക്കളുടെ വിഷയങ്ങളെ അവൻ അതിശയകരമായി നടത്താതിരിക്കുമോ? കരുതലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പിതാവാണെന്നുള്ള ബോധ്യത്തോടെ ചിന്തിക്കുമ്പോൾ, അപ്പാ അപ്പാ എന്ന് വിളിക്കുന്ന ആ സ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പറയണം, വയലിലെ പുല്ലിനെയും പൂവിനെയും അത് ഇത്ര ദിവസത്തേക്ക് അതിന്റെ ആയുസുള്ളൂ എന്ന് അറിഞ്ഞിട്ടും അതിന്റെ ഉടയവൻ അതിനു വേണ്ട ഭംഗി കൊടുക്കുന്നുവെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അല്പായുസേ ഉള്ളുവെങ്കിലും അവിടെയും വേണ്ടത് ഭംഗിയോടെ തരാൻ, മാനത്തോടെ തരാൻ, അതിശയകരമായി നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് കരുതലിന്റെ വിഷയത്തിൽ നമ്മൾ ഓർത്തോണം. ദൈവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇവണ്ണം ഓർക്കുകയും, എന്നാൽ വ്യാകുലതകൾ നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഓർത്തോണം, ഇതൊന്നും സാരമില്ല, ഈ കഷ്ടങ്ങൾ സാരമില്ല, ഇത് നൊടി നേരത്തേക്കുള്ളതാണ്, ഇത് അല്പനേരത്തേക്കുള്ളതാണ്, വരുവാനുള്ളവൻ വേഗം വരും. ഈ മഹാപ്രതിഫലമുള്ള ധൈര്യം ഞാൻ തള്ളിക്കളയത്തില്ല. തന്റെ നീതിമാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും, കാണാത്തതിനെ നോക്കി പാർത്തുകൊണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാകുലതകൾ നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നാം വ്യാകുലതകളെ തളർത്തണം. നമ്മെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ലോകം നമ്മളെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാം ദൈവത്തിൽ ബലം കണ്ടെത്തണം. ഇത് കർത്താവിന്റെ ഉപദേശമായിരുന്നു. കർത്താവ് അത് വ്യക്തമായി അവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആകയാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ദൈവത്തിലുള്ള ആശ്രയം അത് മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ആത്മീയ കൂട്ടായ്മകളും എവിടേക്ക് പോയി? കുടിക്കുന്നതും തിന്നുന്നതും ജീവിതത്തിലുള്ള അന്വേഷിക്കുന്ന പ്രാർത്ഥനകളായി മാറി. പക്ഷെ യേശു പഠിപ്പിച്ചത്, ജാതികളിലൊക്കെ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചില്ല, വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ദൈവത്തിന്റെ രാജ്യവും നീതിയും ദൈവികമായ വിഷയങ്ങളിൽ നിങ്ങൾ സമ്പന്നരാകുവീൻ. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി എന്നല്ല,
അന്നത്തെ ക്ലേശം മതി. എല്ലാ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശമുണ്ട്. ക്ലേശമുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളായ നിങ്ങൾ ഉത്കണ്ഠാകുലരായി തീരാൻ പാടില്ല. കാരണം നിങ്ങൾ ഏത് ആവശ്യത്തിനു വേണ്ടിയാണോ ഇപ്പോൾ വിചാരപ്പെടുന്നത്, ആ ആവശ്യം നിങ്ങൾ വിചാരപ്പെടുന്നതുകൊണ്ടല്ല ദൈവം തരുന്നത്, അത് നിങ്ങൾക്ക് ആവശ്യവും ദൈവം അറിയുന്നതുകൊണ്ടാണ് തരുന്നേ. ഒന്നുകൂടെ പറയാം, ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യാകുലപ്പെടരുതെന്ന് പറയാൻ കാര്യം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം വല്ലാതെ വ്യാകുലപ്പെടുമ്പോഴല്ല ദൈവം അത് അറിയുന്നതും തരുന്നതും. ആ ആവശ്യം നമുക്ക് വേണ്ടതാണ്, ചെയ്തു തരേണ്ടതാണെന്ന് ദൈവം മുന്നമേ അറിയുന്നത് കൊണ്ട് ദൈവം ചെയ്തു തരും. ഇത് കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ആർദ്രത കാണിക്കാനുള്ള സമയമാണ്. നമ്മളെ ശുശ്രൂഷയിൽ ഞെരുക്കിക്കളയും കേട്ടോണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൈവം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം എന്നാണെന്നറിയാമോ? ഞാനിതിനെ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നേ, എന്റെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ ദൈവം ഒരു വ്യക്തമായ മറുപടി തരുന്നില്ല, എന്റെ കാര്യങ്ങൾ സമയത്ത് നടക്കുന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടേണ്ട നമ്മുടെ സൗമ്യത? അതായത് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന, മറ്റുള്ളവരെ കരുതുന്ന, അവരെ ആർദ്രതയോടെ കരുതുന്ന പെരുമാറ്റമാകുന്ന സൗമ്യത. അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാരണമാണ് എന്നറിയോ? ദൈവം എന്നെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്തിനു മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം? അതായത് എന്റെ സൗമ്യത അവിടെ വിലക്കപ്പെടുകയാണ്. ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ബാഹ്യമായ ചില ഭവ്യതയുടെ പെരുമാറ്റങ്ങളെ അല്ല നമ്മൾ പഠിച്ചത്, അകത്തുള്ള യഥാർത്ഥമായ ആർദ്രതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേ. അപ്പോൾ എന്റെ ഹൃദയം ആർദ്രമാകണമെങ്കിൽ ദൈവം ക്രിസ്തുവിൽ സന്തോഷിക്കുകയും കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകുകയും എന്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഞാൻ തളർന്നു പോകാതിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ എന്റെ മനസ്സ് ആർദ്രതയുള്ളതായിരിക്കത്തുള്ളൂ, അതെ, മൃദുവായിരിക്കത്തുള്ളൂ. എന്റെ ഹൃദയം എന്റെ വിഷയങ്ങളാൽ കഠിനപ്പെട്ടു പോയാൽ ഞാൻ ദൈവത്തോടും കഠിനപ്പെടും, മനുഷ്യരോടും കഠിനപ്പെടും. എനിക്കൊരിക്കലും എന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദൈവം എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഒരു കഠിന ഹൃദയം എനിക്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ എടുക്കുന്ന തീരുമാനം, ഞാൻ എന്തിനും മറ്റുള്ളവരെ പരിഗണിക്കണം. നിങ്ങൾക്ക് ഇതൊന്നും അനുഭവപ്പെട്ടില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ലതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ കേൾക്കുമ്പോൾ തോന്നും, പിന്നെ ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നത്തില്ല, ഞങ്ങളെ ദൈവം എത്ര പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരിഗണിക്കുക. എനിക്കങ്ങനല്ല കേട്ടോ, എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ടത്. Why should I consider others? നീ എന്നെ പരിഗണിക്കാത്തത്തോളം കാലം ഞാൻ എന്തിനു മറ്റുള്ളവരെ പരിഗണിക്കണം? ഞാൻ എന്തിനു മറ്റുള്ളവരോട് ആർദ്രത കാണിക്കണം? ഞാൻ എന്തിനു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും ഇടപെടണം? അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉള്ളതുകൊണ്ടാ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ആരും ചിന്തിക്കരുത്, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദൈവം അങ്ങനെ എന്താ പറയുക, സുഖത്തോടും സമൃദ്ധിയോടും എല്ലാ ചോദ്യങ്ങൾക്കും തിക്കിടുന്ന ഉത്തരങ്ങളും തന്നുകൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും പ്രോത്സാഹിപ്പിക്കാനും ചേർന്ന് നിൽക്കാനും അവരുടെ സങ്കടം കേൾക്കാൻ കഴിയുന്നെന്ന് ആരും തെറ്റിദ്ധരിക്കുന്നത് അല്ലേ അല്ല. തകർന്ന് തരിപ്പണമായി തറയിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരെ ഓർക്കേണ്ട സമയം വരുമ്പോൾ, ഒരു ഉടഞ്ഞ പാത്രമായിരിക്കുമ്പോഴും അവിടെ നിന്ന് കർത്താവ് തന്നെ വാരിക്കൂട്ടി പെറുക്കിയെടുത്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്നെപ്പോലെ നിങ്ങൾ അനുഭവിച്ചു കാണും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ബലമല്ല മറ്റുള്ളവരെ ബലപ്പെടുത്താനുള്ള ബലം, കർത്താവ് നമ്മളിൽ വരുന്ന കൃപയാണ് മറ്റുള്ളവരെ ബലപ്പെടുത്താനുള്ള ബലം. അവിടെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയം കഠിനമാകാതിരുന്നാൽ മാത്രം മതി. അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളോട് പഴയ നിയമത്തിൽ നിന്ന് ഇസ്രായേലിന്റെ യാത്രയിൽ സംഭവിച്ച പരാജയത്തിന് അവരെ ഓർപ്പിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബിലെ പോലെ മസ്സാ നാളിലെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ എപ്പോഴാണ് ഒരു ഭക്തന്റെ ഹൃദയം കഠിനമാകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എപ്പോഴാണ് ഒരു ഭക്തന്റെ നേരെ മുഖം തിരിക്കുന്നത്? എത്തും പിടിയുമില്ലാത്ത യാത്രയിൽ അവരെ കൊണ്ടുപോകുമ്പോൾ
അവരോടുള്ള വിഷയങ്ങളിൽ ദൈവം മൗനമായിരിക്കുമ്പോൾ, കാത്തിരിക്കാൻ പറയുമ്പോൾ, വിശ്വസ്തയോടെ അവരെ താഴ്ത്തുമ്പോൾ, അവരുടെ ജീവിതത്തെ കുറിച്ച് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള യാതൊരു വ്യക്തതയും കിട്ടാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മാറായുടെ മദിരം, മാറായുടെ കൈപ്പുള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇസ്രായേലിന്റെ ഹൃദയം കഠിനമായി. പാറയുടെ മുമ്പിൽ നിന്ന് വെള്ളമില്ല എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിന്റെ ഹൃദയം കഠിനമായി. ചെങ്കടലിൽ മുങ്ങിപ്പോവെന്നോ അല്ല ചെങ്കടലിന്റെ കരയിൽ ഫറവോന്റെ സൈന്യവും തങ്ങളെ മുക്കിക്കളയുമെന്നുള്ള ഭീതി ഉള്ളിലുണ്ടായപ്പോൾ ദൈവ ശബ്ദത്തിന് മുമ്പിൽ അവരുടെ ഹൃദയം കഠിനമായി. അവർ കലഹിച്ചു. വെള്ളം കിട്ടാതെ വന്നപ്പോൾ കലഹിച്ചു. എന്റെ പ്രിയരെ, ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഭൗമികമായ ഈ ഭൂമിയിലെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് എത്രമാത്രം നമ്മുടെ ആത്മീയതയെ അത് തട്ടി മറിച്ച് തകർത്ത് കളയാനുള്ള ശക്തിയുണ്ടെന്ന് അറിഞ്ഞു വേണം വചനങ്ങളെ കൈക്കൊള്ളാൻ. എത്ര പേർ പറ്റുപോയിരിക്കുന്നു, എത്ര പേർ തീഷ്ണതയോടെ ഇറങ്ങി തിരിച്ചിട്ട് പിന്നോക്കം പോയിരിക്കുന്നു, എത്ര പേർ ആത്മീയമായി മുന്നോട്ട് വന്നവർ അവരുടെ ആകുലതകളാൽ ആ വന്നതിന്റെ അത്രയും പുറകോട്ട് പോയിരിക്കുന്നു. ശക്തിയില്ലെന്ന് എന്നോട് പറയരുത്. 4 ചുവരുകൾക്കിരുന്നുകൊണ്ടും സൂമിലൂടെയും ഈ വചനം കേൾക്കാൻ എളുപ്പമാ. പക്ഷെ അതിനെ പ്രാക്ടീസ് ചെയ്യാൻ, അതിനെ പ്രാവർത്തികമാക്കുവാൻ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോസ്തലന്മാർ പറയുകയാണ്, അവർ എബ്രായ വിശ്വാസികളോട് പറഞ്ഞു, പലരോടും മാറി മാറി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒന്നിനെ കർത്താവ് പഠിപ്പിച്ച വചനമാണ്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജാതികളെ പോലെ മറ്റുള്ളവർ അവരുടെ ആ വിഷയത്തിന് വേണ്ടി അന്വേഷിച്ചലയുന്ന പോലെ നിങ്ങൾ ആകരുത്. കാരണം നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഒരു പിതാവാണ് നിങ്ങളുടെ ദൈവം. പ്രിയരെ, നമ്മുടെ ആവശ്യം എന്തെന്ന് അവൻ അറിയുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത് വലിയ ജയമാണ്. എന്താണ് നമ്മുടെ ആവശ്യം എന്തെന്ന് നമ്മുടെ പിതാവായ ദൈവം അറിയുന്നുണ്ടെന്നുള്ളത്, ആ ബോധ്യതയുണ്ടല്ലോ. എങ്ങനെ അറിയുന്നത്? നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യം അറിയുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. ഒന്നാമത്തെ പടിയാണ് ആകുലതകളെ പുറത്തു നിർത്താൻ. നമ്മൾ ഈ കാലതാമസം എടുക്കുമ്പോൾ നമ്മൾ പോലും ചിന്തിച്ചു, കർത്താവ് അറിയുന്നു, എവിടെ അറിയുന്നു? കർത്താവ് കാണുന്നു, എവിടെ കാണുന്നു? കർത്താവ് കേൾക്കുന്നു, എവിടെ കേൾക്കുന്നു? ഈ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ വ്യാകുലതകളുടെ ലക്ഷ്യം. അതിനാണ് അപ്പോസ്തലൻ പറയുന്നത്, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഇവിടെ അതെങ്ങനെ പറ്റുന്നു? ഞങ്ങളുടെ ജീവിതത്തിലെ സാരമായ വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ ഉത്കണ്ഠപ്പെടണ്ടേ? പെടരുത്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? സഭ എന്ത് ചെയ്യണം? പിന്നെ സഭയ്ക്ക് മാത്രമുള്ള ഒരു സന്ദേശം ഇത്, ജാതികൾക്കുള്ള സന്ദേശമല്ല. ദൈവം പിതാവായിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജ് ഇത്. യേശു ശിരസായിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമായത്. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ വരവിനായി നോക്കി പാർക്കുന്ന ആ കാംക്ഷയോടെ നോക്കി പാർക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ആലോചന ഇത്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠാകുലരാകണം. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? ഞങ്ങൾക്ക് അതേ അറിയത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയാണ്, ഭൗമികരാ. ഞങ്ങളുടെ ആത്മാവെ വീണ്ടെടുക്കപ്പെടും. അതിന് നിങ്ങളൊരു മാർഗം ചെയ്യണം. പ്രേ അബൌട്ട് എവരിതിങ്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചോണം. എല്ലാത്തിനും വേണ്ടി എന്ന് വെച്ചാൽ എല്ലാത്തിനും വേണ്ടി പറയുമ്പോൾ അറിയാമല്ലോ, ദുർമുഖങ്ങൾക്ക് വേണ്ടി നല്ല അർത്ഥം. ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും, എല്ലാ ദുർഘട സമയങ്ങൾക്കും, എല്ലാ സംശയങ്ങളും, ആത്മീയമായ, ഭൗതികമായ, മാനസികമായ, കുടുംബബന്ധമായ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയവും ആവശ്യമായിരിക്കുന്നതും ആകുലതയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചോണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? യേശു പഠിപ്പിച്ചു, വിചാരപ്പെടരുത്. അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, വിചാരപ്പെടരുത്. അപ്പൊ യേശു പഠിപ്പിച്ചോ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാം, അല്ലെ? ലൂക്കോസ് 11, ലൂക്കോസ് 18, മത്തായിയിൽ തന്നെ പറയുന്നത് എന്തുവാ?
നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ യാചിക്കണം, നിങ്ങൾ അവന്റെ സന്നിധിയിലേക്ക് വരണം, പ്രാർത്ഥിക്കണം, അന്വേഷിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തെ മറന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ പുറകെ പോകരുത്. ദൈവത്തിന്റെ അടുക്കലേക്ക് അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധി കൊണ്ടുവന്നു. യേശു പഠിപ്പിച്ച അപ്പോസ്തലൻ അത് തന്നെ പഠിപ്പിക്കുകയാണ്. എല്ലാത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് കേട്ടോണേ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. എത്രയും വേണ്ടെന്ന് പറഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വ്യാകുലപ്പെടരുത്. ഒന്നും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. 2, എല്ലാ കാര്യവും പ്രേ അബൌട്ട് എവറിത്തിങ്. ഒരു മടിയും വിചാരിക്കണ്ട, എല്ലാ കാര്യവും ദൈവത്തോട് അപേക്ഷിച്ചോണം. ചിലർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയോ? എന്നോട് തന്നെ ചിലർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി അത് ആകുലതയായി തീരാതിരിപ്പാൻ ഒരു ദൈവ പൈതൽ തന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ വന്ന് ഒരു പൈതൽ തന്റെ പിതാവിന്റെ അടുക്കൽ അപേക്ഷിക്കുന്ന പോലെ എല്ലാത്തിനും നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പൊ ചോദിക്കും, പിന്നെ യേശു എന്തിനാ പറഞ്ഞത്? ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നത്. അയ്യോ, തെറ്റിദ്ധരിക്കാതെ. ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നെന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കാതിരിക്കാനല്ല, പ്രാഗൽഭ്യത്തോടെ ചോദിക്കാനാ. നിങ്ങൾ യാചിക്കാതിരിക്കാനല്ല, നിങ്ങൾ ആ ബന്ധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മടുത്തു പോകാതെ ആ ബന്ധത്തിൽ തുടരുന്ന പ്രാർത്ഥന കഴിക്കണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് പിതാവാണെന്നുള്ള ബോധ്യവും അവൻ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നുള്ള തിരിച്ചറിവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന പ്രഹസനമാകാതിരിക്കത്തുള്ളൂ. അതൊരു ബന്ധമായി തുടരത്തുള്ളൂ. അല്ലെ പ്രാർത്ഥന ഒന്നിൽ ജാതികളെ പോലെ ജൽപ്പനമാവും. ജൽപ്പനം, ഒരു ഹൃദയബന്ധവും ഇല്ല, തരണേ ചെയ്യണേ, വ്യർത്ഥമായ ആവർത്തനമാവും. നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമായ ആവർത്തനമാകാതിരിക്കണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കുന്നുവെന്നും ആ പ്രാർത്ഥന കേൾക്കുന്നതിന് നമ്മളോടുള്ള സമീപനം എന്താണെന്നുള്ള ബോധ്യമാണ് വർഷങ്ങളായിട്ടും മടുത്തു വന്ന് പ്രാർത്ഥിപ്പാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്, എന്നാൽ എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞു, എല്ലാറ്റിനെ കുറിച്ചും ആകുലപ്പെടുക എന്നുള്ളതാണ് എളുപ്പം. മനസ്സ് മടുക്കുമ്പോൾ പ്രാർത്ഥന നിർത്തുന്നതാണ്. പക്ഷെ നേരെ തിരിച്ചു സഭയുടെ കാര്യത്തിൽ ഉപദേശം വളരെ വ്യക്തമാണ്. എന്നിട്ട് പറയുന്നു, ടെൽ ഗോഡ് വാട്ട് യു നീഡ്. അതാണ് നിങ്ങളുടെ ആവശ്യങ്ങളെ എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ അത് ദൈവത്തോട് പറയുക. എന്നിട്ട് കേട്ടോണേ, ആവശ്യങ്ങൾ പ്രാർത്ഥനയായി തന്നെ തുടരണം. ഒരു കാലത്തും ആകുലത ആകാതിരിക്കാനുള്ള മറുമരുന്ന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. എന്താ അറിയോ? ആൻഡ് താങ്ക് ഹിം ഫോർ ഓൾ ഹി ഹാസ് ഡൺ. അവൻ നിങ്ങൾക്ക് ചെയ്ത ഓരോ കാര്യത്തിനും സ്തോത്രത്തോടുകൂടെ എഴുതിയിരിക്കുന്നേ. സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാൻ. അതിന് നമ്മുടെ ആൾക്കാർ അതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ഒരുമാതിരി ഈ വ്യർത്ഥമായ ജൽപ്പനമാണ്. സ്വന്തം കയ്യിലില്ലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എണ്ണാനുള്ള മാല കയ്യിലില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്ര 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 സ്തോത്ര. എന്തിനാ സ്തോത്രം പറയുന്നത് അറിയത്തില്ല. ഇതില്ല ഒരു ബലം പോലെ ഒരു ഊതുവടി എന്ന് കർത്താവ് ഏത് ദിവസം പറഞ്ഞില്ലേ, സ്തോത്രത്തോടുകൂടെ അറിയിക്കണമെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്ന എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ, കയ്യിൽ എണ്ണാനുള്ള മുത്തുമാലകളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ജാതികൾ വ്യക്തമായി ആവർത്തിക്കുന്ന പോലെ സ്തോത്ര സ്തോത്ര കർത്താവ് സ്തോത്ര സ്തോത്രം. അങ്ങനെ സ്തോത്രം പറയുമ്പോൾ നമുക്ക് എന്ത് വ്യക്തതയാ കിട്ടുന്നേ? എന്തോ ഇവിടെ ഉദ്ദേശിക്കുന്നേ? സ്തോത്രം എന്നുള്ള ഒരു സൂത്രമായിട്ട് തന്നതല്ല. സ്തോത്രം പറയാൻ വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഗീവ് താങ്ക്സ്. അവൻ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അറിയിക്കുവാൻ അവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവൻ നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളെ നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. Tell God what you need. നിങ്ങൾക്ക് വേണ്ട ദൈവത്തോട് പറയണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കല്ലേ,
and thank him. അവനോട് നന്ദി അറിയിക്കുക. എന്തൊക്കെയാ? For all he has done. അവൻ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം വരെയും അവൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്ക. പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രം ബുക്കിൽ എഴുതുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമല്ല അവൻ ചെയ്തതുകൂടെ എഴുതി വെക്ക്. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ പാടുന്നുണ്ട്, when upon life's billows you are tempest tossed, when you are discouraged thinking all is lost. ജീവിതത്തിന്റെ തിരമാലകൾ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള അധൈര്യം നിങ്ങളെ മൂടുമ്പോൾ, count your blessings, name them one by one. ദൈവം നിങ്ങൾക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓരോന്നായി എണ്ണുക. and it will surprise you what the Lord has done. അത് നിങ്ങളെ അതിശയിപ്പിക്കും ദൈവം നിങ്ങൾക്ക് എന്താ ചെയ്തതെന്ന്. സ്തോത്രം ഒരു സൂത്രമായി കണ്ടുകൊണ്ട്, ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിക്കൊണ്ട്, വെറുതെ അർത്ഥരഹിതമായി ആവർത്തനമായി സ്തോത്ര 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 സ്തോത്രം പറയുന്നതല്ല ജയം. പിന്നെയോ പർട്ടിക്കുലറായി സ്പെസിഫിക് ആയി ഒന്ന് പറഞ്ഞു നോക്കിയേ. കർത്താവേ, കഴിഞ്ഞ പ്രാവശ്യം ഈ രോഗം നേരിട്ടപ്പോൾ നീ ഒരുക്കിയ വഴികൾക്കും സൗഖ്യത്തിനും മുഖാന്തരത്തിനുമായി, ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ നീ തുറന്ന വഴികൾക്കായി, ഈ വിഷയത്തിൽ സഭ പ്രശ്നങ്ങളിലൂടെ അഭിമുഖീകരിച്ച് കടന്നു പോയപ്പോൾ സഭയ്ക്ക് അയച്ച വിടുതലിനായി, ശുശ്രൂഷകർക്ക് അയച്ച വിടുതലിനായി, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അയച്ച വിടുതൽ ഞാൻ എണ്ണിയെടുക്കുന്നു. അങ്ങോട്ട് കൗണ്ട് ചെയ്ത് നമ്മളെ അതിശയിപ്പിക്കും ദൈവം എന്താ ചെയ്തത്. എന്തായത് ഇവിടെ പറയാനുള്ള കാര്യം? നന്ദിയില്ലാത്തവരാണോ നമ്മളൊക്കെ? ഫിലിപ്പിയൻ ചർച്ചിന് നന്ദിയില്ലേ? ദൈവമക്കളെ, പ്രാർത്ഥനയുടെ സമയത്ത് നന്ദിയെ കൂട്ടി യോജിപ്പിച്ച് എന്തിനാണെന്നറിയാമോ? നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ സമീപിച്ച് നന്ദി പറഞ്ഞിട്ട് ആവശ്യങ്ങളെ അറിയിക്കുമ്പോൾ നാം എഴുന്നേൽക്കുന്നത് ആകുലചിത്തരായിട്ടല്ല, സമാധാനത്തിന്റെ നിറവ്, ഒരു നദി പോലെ കവിഞ്ഞൊഴുകുന്ന സമാധാനത്തിന്റെ നിറവോടല്ലാതെ ഇന്നുവരെ ആർക്കും എഴുന്നേൽക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. വെറുതെ വ്യർത്ഥമായ അർത്ഥമില്ലാതെ സ്തോത്രം പറഞ്ഞു പോകുന്നവർക്കല്ല സമാധാനം മറിച്ച് വ്യക്തമായ ബോധ്യത്തോടെ ദൈവം എന്ത് ചെയ്തെന്ന് ബോധമുള്ള അവൻ ഇരിക്കുന്നത് വ്യാകുലത്തോടാണെങ്കിലും എഴുന്നേൽക്കുന്ന സമാധാനത്തോടായിരിക്കും. അതിന്റെ അർത്ഥം, നിങ്ങൾ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം അടുക്കള നിൽക്കുമ്പോൾ ആ സ്തോത്രം പറയല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നന്ദി കർത്താവേ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവമേ സ്തോത്രം, കർത്താവേ, നമ്മളെല്ലാം നമുക്കറിയാം, നമ്മളെല്ലാം അതിനകത്ത് അർത്ഥമുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് വ്യർത്ഥമാണെന്ന് ആകാൻ പാടില്ല, പൊള്ളയാകാൻ പാടില്ല. ആയിരം വട്ടം രാവിലെ എഴുന്നേൽക്കുമ്പോട്ട് കിടക്കുമ്പോൾ വരെ പറഞ്ഞു അതൊരു ജയമാ. പക്ഷേ അത് വ്യർത്ഥമായ ഒരു ആവർത്തനമാകരുത്. അതിനകത്ത് കാതല്, കഴമ്പുണ്ടാകണം, അകക്കാമുണ്ടാകണം, ഓർമ്മയുണ്ടായിരിക്കണം, അവനുമായുള്ള ബന്ധമുണ്ടായിരിക്കണം. ഇത്രയും പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നാൽ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ആവശ്യങ്ങളെ അറിയിച്ചാൽ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ആകുമോ? ദൈവമക്കളെ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയം സഭയുടെ പ്രാർത്ഥനയുടെ മറുപടി അല്ല. സഭയെ ആകുലതകൾ മൂടാതിരിക്കാനുള്ള പോംവഴിയാണ്. ഇത് ദൈവമക്കൾ ഒരിക്കലും മറക്കല്ലേ. സഭ ജാതിയല്ല, സഭ ഭൗമികത്തിന് വേണ്ടി ഓടുന്നവരല്ല, തന്റെ മക്കൾ ലക്ഷ്യമില്ലാതെ അലയുന്നവരല്ല. പക്ഷെ അവർക്ക് വലിയൊരു പ്രശ്നമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഭൗമികമായി ലോകത്ത് ഇവിടെ ജീവിക്കുമ്പോൾ വലിയ സാധ്യതകൾ അവരുടെ മുമ്പിൽ നിൽക്കുകയാ, ഭീഷണിയായി നിൽക്കുകയാ. അവരുടെ ജീവിതത്തിൽ അടിക്കടി വരുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും അവരുടെ പ്രത്യാശയവരെ ഭംഗം വരുത്തുന്ന, ക്രിസ്തുവിന്റെ ഏകാഗ്രതയെ കെടുത്തിക്കളയുന്ന, കർത്താവിന്റെ സന്തോഷത്തെ കവർന്നു കളയുന്ന, കർത്താവിന്റെ വരവിന്റെ ആകാംക്ഷയെ മൂടിക്കളയുന്ന ആകുലതകളായി ആ വ്യക്തി നിറയുവാൻ സാധ്യതയുള്ള ഭീഷണി ഈ ഭൗമികമായ ആവശ്യങ്ങൾക്കുണ്ട്. സഭയെ ട്രെയിൻ ചെയ്യുക ഏത് കാര്യത്തിലാ?
എങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉടനടി മറുപടി കിട്ടണം. അതിനല്ല ട്രെയിൻ ചെയ്തത്. യേശുവും ട്രെയിൻ ചെയ്തില്ല, അപ്പോസ്തലന്മാര്. സഭയെ ട്രെയിൻ ചെയ്യുന്നത് മൊത്തവും, തന്റെ മക്കളെ ട്രെയിൻ ചെയ്യുന്നത് മൊത്തവും എങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉടനടി സമാധാനം കിട്ടണം. How you can receive instant peace from God, not instant reply. ഉടനടിയുള്ള മറുപടിയല്ല സഭയുടെ ജയം, ഉടനടിയുള്ള ദൈവിക സമാധാനമാണ്. ഇത് സഭ അറിഞ്ഞിരിക്കണം. ദൈവമക്കളെ, ഉടനടി മറുപടി കിട്ടിയോണ്ട് എത്ര പേർ വിശ്വാസത്തിൽ നിന്നു? ചോദിച്ചത് ഉടനെ നൽകിക്കൊടുത്ത പുരുഷാരത്തിൽ എത്ര പേർ യേശുവിന്റെ പുറകെ പോയി? അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇൻസ്റ്റന്റ് ഡെലിവറൻസ് അല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ ആധാരം, കർത്താവിന് വേണ്ടി നിൽക്കുന്നതിന്റെ ആധാരം. മറിച്ച് ഈ ലോകത്തെ ജയിക്കുന്ന ജയം. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്ന പോലെയല്ല, ഈ ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത ജയത്തിന്റെ അതേ വാഗ്ദാനമാണ് ദൈവത്തിന്റെ സമാധാനം. ഈ സമാധാനം എന്താ ഇവിടെ പ്രസക്തി? എന്താ പ്രസക്തി? ഈ സമാധാനത്തെ മൂടിക്കളയാൻ ശക്തിയുള്ള ഘടകമാണ് നമ്മുടെ ആവശ്യങ്ങളാൽ അടിഞ്ഞുകൂടുന്ന, ആവശ്യങ്ങളുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന വ്യാകുലത. എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടലെന്ന്. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്താ കാര്യം അറിയോ? ദൈവസന്നിധി വരുമ്പോൾ ആവശ്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഓർമ്മയെങ്കിൽ നടക്കത്തില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തിരമാലകൾ പോലെ നമ്മളെ ആടി വിലയിപ്പിക്കുമ്പോൾ നാം വിചാരിക്കുകയാണ് എല്ലാം നഷ്ടമായെന്നുള്ള അധൈര്യത്തിലിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, ഞാൻ അവൻ ചെയ്ത ഉപകാരങ്ങൾ എന്ന് എണ്ണാൻ പോവാ. അത് എണ്ണി തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാകും, എന്റെ ദൈവമേ, ഇതെന്നെ അതിശയിപ്പിക്കുവാണല്ലോ. ഒന്നും അവസാനിച്ചിട്ടില്ലല്ലോ. ഇതിനേക്കാൾ വലിയ അവസാനം കണ്ടതിനെ ആരംഭിപ്പിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എന്തിനാ ധൈര്യപ്പെടണം? അകത്തു നിന്ന് ചാർജ് തീർന്നു പോയ സെൽഫോൺ, മൊബൈൽ കുത്തിവെക്കുമ്പോൾ 0-ൽ ചാർജ് 100-ലോട്ട് പവർഫുൾ ആയി കയറുന്ന പോലെ 0-യിലേക്ക് വന്ന നമ്മുടെ അതേ ചാർജ് ഇതാ ദൈവത്തിന്റെ ഉപകാരങ്ങൾ, നടത്തിപ്പുകൾ ഓർക്കുമ്പോൾ നിമിഷം നേരം കൊണ്ട് നമ്മളങ്ങ് ചാർജ് ആയിക്കൊണ്ട് പറയുകയാണ്, ഇതും സാരമില്ല, ഈ കഷ്ടവും കഴിഞ്ഞു പോകും, ഇതിനകത്തും ദൈവം പ്രവർത്തിക്കും, ഇതിനകത്തും ഒരു പരിഹാരം ദൈവം വരുത്തും, അവന്റെ വരവേറ്റു അടുത്തിരിക്കുക. ഇത് ആകുലപ്പെട്ട് ഉപജീവന ചിന്തകളാൽ കുടുങ്ങി കൈവിടപ്പെടാനുള്ള സമയമല്ല, ഇത് ചേർക്കപ്പെടാനുള്ള ഒരുക്കത്തിന്റെ സമയമാണ്. ഇത്രയും ഓടിയിട്ട്, ഇത്രയും അധ്വാനിച്ചിട്ട്, അയ്യോ ഞാൻ ഇടയ്ക്ക് വെച്ച് വീഴുവാൻ ഈ ആകുലതകൾ നിമിത്തം എന്നെ അനുവദിക്കരുത്. ആകുലതകൾ വെറുതെ വരത്തില്ല. രാവിലെ നല്ല കുപ്പായം ഇട്ടുകൊണ്ട് ആകുലതയുടെ പേര് വരത്തില്ല. എല്ലാ ആകുലതകളും വരുന്ന ആവശ്യമെന്ന കുപ്പായത്തിന്റെ പേരില്ല. എല്ലാ ആകുലതകളും നമ്മുടെ വീട്ടിന്റെ ഡോറിനകത്ത് കിടക്കുന്നത്, ഡോർബെല് അടിച്ചിട്ട് ഞാൻ ആകുലത അകത്ത് വന്നോട്ടെന്ന് പറഞ്ഞ ഒരാകുലതയും വരത്തില്ല. എല്ലാ ആകുലതകളും നമ്മുടെ അകത്ത് കിടക്കുന്നത് ആവശ്യത്തിന്റെ പേരില. ആവശ്യമേ നമ്മൾ കാണത്തുള്ളൂ, എന്നാൽ പിന്നീട് നമ്മൾ അനുഭവിക്കുന്നതാണ് ആകുലത. അങ്ങനെ നമ്മൾ സമ്മതിക്കൂ. ആകുലത പറഞ്ഞ് ഞാൻ ആകുലതയാ നിന്റെ അടുത്ത്, ഇനി ഞാൻ പോയി പണിയൊക്കെ നമ്മൾ പറയല്ലേ. പക്ഷെ ആവശ്യത്തോടത് പറയത്തില്ല. ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ആവശ്യമല്ലേ, ഇത് ആവശ്യമല്ലേ, ഇത് ആവശ്യമല്ലേ. പക്ഷെ ആവശ്യത്തിന് ഇച്ചിരി കഴിയുമ്പോൾ കൊമ്പ് വെക്കും, ആവശ്യത്തിന് കഴിയുമ്പോൾ രൂപം മാറും, ഇച്ചിരി കഴിയുമ്പോൾ ആവശ്യം ഭ്രമിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ആവശ്യത്തിന്റെ രൂപം മാറിയത് ആകുലതയാകുമ്പോൾ നാം പറയണം, ആകുലതയ്ക്ക് എന്റെ ഉള്ളിൽ സ്ഥാനമില്ല. കാരണം എന്റെ ആവശ്യങ്ങൾ എന്റെ അകത്ത് ഞാൻ വെച്ചിട്ടില്ല. പ്രാർത്ഥന ഞാൻ ദൈവത്തിന് കൈമാറി, നന്ദി അർപ്പിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു, എല്ലാം നന്നായി ചെയ്യുന്നതിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി എന്റെ അകത്ത് വാഴുന്ന ആകുലതകളുടെ ആധിക്യമല്ല, സമാധാനത്തിന്റെ ആഴമാണ്.
ഇത് അനുഭവിച്ചറിയുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. ഞാൻ അത് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. Then you will experience God's peace. അതായത് ആകുലതകൾ എക്സ്പീരിയൻസ് ചെയ്ത മനസ്സിപ്പോൾ ശാന്തമായി. ആ മനസ്സിലേക്ക് ദൈവത്തിന്റെ സമാധാനം എൻട്രി ചെയ്തു. ഇനി ഈ സമാധാനത്തിന്റെ പ്രത്യേകത കേട്ടോടെ, ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക് നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തുന്ന, ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതോ, എന്റർടൈൻമെന്റിലൂടെ കിട്ടുന്നതോ, ഇഷ്ടമുള്ള ആൾക്കാർക്ക് സമയം ചെലവഴിക്കുമ്പോൾ കിട്ടുന്നതോ, നല്ല നല്ല വാഗ്ദാനങ്ങളെ കിട്ടുമ്പോൾ കിട്ടുന്നതോ, സാഹചര്യങ്ങളാൽ കിട്ടുന്നതാണെങ്കിൽ അല്പം കഴിയുമ്പോൾ വന്ന പോലെ തിരിച്ചു പോകും. പക്ഷെ ഇത് വന്ന പോലെ പിന്നെ പോത്തില്ല. വന്നാൽ പിന്നെ വാഴാൻ തുടങ്ങും. വന്നു വാഴുന്ന സമാധാനം, വന്നു പോന്ന സമാധാനമാണ് ലോകം കൊടുക്കുന്ന സമാധാനമെങ്കിൽ യേശു കൊടുക്കുന്ന സമാധാനം വന്നു പോന്നതല്ല, വന്നു വാഴുന്ന സമാധാനം. എത്ര പേർ ഇന്ന് രാത്രി ആ വാഴുന്ന സമാധാനം അനുഭവിക്കുന്നു? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താം. വന്നു പോന്ന സമാധാനമല്ല സഭയുടെ സമാധാനം, വന്നു പോന്ന സമാധാനമല്ല ദൈവത്തിന്റെ പൈതലിന്റെ സമാധാനം, വന്നു വാഴുന്ന സമാധാനം. Then you will experience God's peace. ചോദ്യം, എന്താണ് ആകുലതകളുടെ സ്ഥാനത്ത് ദൈവത്തിന് ചെയ്ത കാര്യങ്ങൾക്ക് ഓരോന്നിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഓരോ ആവശ്യങ്ങളെ അവന്റെ കരത്തിലോട്ട് ഏൽപ്പിച്ച എഴുന്നേൽക്കുന്ന ദൈവവൈദ്യന്റെ ജീവിതത്തിൽ സമാധാനം എക്സ്പീരിയൻസ് ചെയ്യും. ആ സമാധാനം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? എങ്ങനെയാന്ന് ചോദിച്ചാൽ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ഗ്രഹണ ശക്തിക്ക്, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ശക്തിക്ക്, തിരിച്ചറിയാൻ കഴിയുന്ന ശക്തിക്ക് അതീതമായ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. Which exceeds anything we can understand. His peace will guard your hearts and minds as you live in Christ Jesus. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദാനമായ ഈ ദൈവിക സമാധാനം ഒരു കെട്ടുകഥയല്ല. ഇത് വന്നു പോകുന്നൊരു കാര്യമല്ല. അത് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചെയ്യുന്നൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന അപ്പുറമായത് നമ്മളിലേക്ക് ഇനി എന്താ ഇവിടെ ഇതിന്റെ കൺക്ലൂഷൻ എന്താ? അപ്പൊ ഈ സമാധാനം എവിടോട്ട് പോയി ഒരു സെക്യൂരിറ്റി ഗാർഡായി നിന്നു? നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ സംരക്ഷിക്കും. അപ്പൊ ഈ ഹൃദയങ്ങളിലൂടെയും ചിന്തകളിലൂടെ ആരായിരുന്നു കടക്കാൻ ഇടിച്ചു നിന്നത്? വ്യാകുലതകൾ, ആകുലതകൾ, ഉത്കണ്ഠ. എങ്ങനെയാ കടക്കുന്നത് നമ്മുടെ ഉള്ളിൽ? പ്രായം ഇത്രയായി, സമയം, കാലത്തിന്റെ പോക്ക്, കയ്യിലെ ഇല്ലായ്മ, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ഈ സമയത്തെ വെല്ലുവിളികൾ, ഇതെല്ലാം എവിടോട്ടാണ് കയറിയത്? മൈൻഡ്സ് ആൻഡ് തോട്ട്സ്. നമ്മുടെ ഹൃദയത്തിലും നമ്മൾ എത്ര ആഗ്രഹിക്കാഞ്ഞിട്ടും അത് ഇടിച്ചു കയറുമല്ലേ? ആ ഇടിച്ചു കയറിയവർക്ക് ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ ചെന്ന് നന്ദി അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് തങ്ങളുടെ വിഷയങ്ങളെ നന്ദിയോട് അറിയിച്ചിട്ട്
എന്ന് വെച്ചാൽ ദൈവം ചെയ്ത എല്ലാ കാര്യവും നന്ദി പറഞ്ഞുകൊണ്ട് ഇതും ചെയ്യുവാൻ അങ്ങ് ശക്തനാണ്. എല്ലാ ദിവസവും അതിൻ്റെതായ ക്ലേശമുണ്ട്. അങ്ങ് പറഞ്ഞു ഒന്നിനെ കുറിച്ചും നിങ്ങൾ ആകുലപ്പെടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഉപകാരങ്ങളെ ഓർത്ത് ഞങ്ങളുടെ വിഷയങ്ങളെ ദൈവസ്ഥലിൽ അറിയിക്കുന്നു. ഞങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നു. എന്നാൽ ഞങ്ങൾ അറിയിക്കണം എന്നുള്ള അങ്ങനെ ഹിതമായതുകൊണ്ട് ഞങ്ങളത് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തിൽ നമ്മളെ പകർന്നു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? കർത്താവ് 2 മേഖലകളെ ഏറ്റെടുക്കും. ഏത് ഡോറിലൂടെയാണോ, ഏത് വാതിലിനകത്തൂടാണോ ആകുലതകൾ കയറിയത്, അതേ വാതിലിന്റെ മുമ്പിൽ ആരെ നിർത്തുമെന്നറിയാവോ? ദൈവത്തിന്റെ സമാധാനം ഒരു കാവൽക്കാരനായി നമ്മുടെ ഹൃദയങ്ങളുടെയും ചിന്തകളുടെയും മുമ്പിൽ നിൽക്കും. ഒരൊറ്റ ആകുല ചിന്തകൾക്കകത്ത് കിടന്ന് നമ്മളെ ഭരിക്കാൻ സമ്മതിക്കാതെ ദൈവ സമാധാനം നമ്മളെ വാഴും. എടുത്തു പറഞ്ഞ വാക്കുണ്ട്, ഹിസ് പീസ്, ഗോഡ്സ് പീസ്, ദൈവിക സമാധാനം. ആ സമാധാനത്തിന് അങ്ങനെ തന്നെയാ പറഞ്ഞേ. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്താം. എന്റെ പ്രിയമുള്ളവരെ, സഭയെ ദൈവം സ്വർഗീയ പിതാവായിരിക്കുന്ന പ്രിയരെ, നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് ഡെലിവറൻസ് ആണോ? ഇൻസ്റ്റന്റ് പീസോ? തീർന്നില്ല. ഇൻസ്റ്റന്റ് പീസ് എൻ്റർ ചെയ്യുക മാത്രമല്ല, നമ്മളെ ഭരിക്കുന്ന, നിറയ്ക്കുന്ന, വാഴുന്ന, കാവൽ ചെയ്യുന്ന ദൈവിക സമാധാനമാണോ സഭയ്ക്ക് വേണ്ടത്? സഭയെ നിലനിർത്താൻ, ആജീവനാന്തം നിലനിർത്താൻ, തന്റെ മക്കളെ ആജീവനാന്തം ജയാളികളായി നടത്താൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവിക വ്യവസ്ഥയാണ് ദൈവിക സമാധാനം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി വഞ്ചിക്കപ്പെടാതിരുത്. ക്രിസ്തുവിലുള്ള ഏകാഗ്രതയെ കവർന്നു കളയാൻ സമ്മതിക്കല്ലേ. ക്രിസ്തുവിലുള്ള സന്തോഷത്തെ കവർന്നു കളയാൻ സമ്മതിക്കല്ലേ. കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ഈഗർനെസ്സിനെ, ആകാംക്ഷയെ, ആകുലതകൾ മൂടിക്കളയാൻ സമ്മതിക്കല്ലേ. ആകുലതകളെ മൂടിക്കളയുന്ന, ആകാംക്ഷയെ മൂടിക്കളയുന്ന ആകുലതകളെ നമ്മുടെ ഹൃദയത്തിലും ചിന്തകളിലും കടന്നു വരാതെ അതിനെ വാതിൽ വെച്ച് തന്നെ, പടിവാതിൽ വെച്ച് തന്നെ പുറത്താക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ക്രിസ്തുയേശുവിൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലകളെയും കാക്കപ്പെടുന്നു. ഇതാണ് നമുക്ക് ഇന്നത്തെ തലമുറയിൽ ജീവിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം. ഇതിനെ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഓ അതൊക്കെ പറയാൻ എളുപ്പം, അതൊക്കെ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും, അതിന് പറയുന്ന ഇതൊക്കെ ഞങ്ങൾക്ക് അങ്ങനല്ല, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം വ്യക്തമായ മറുപടി അയച്ചു, ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് സമാധാനത്തോടെ ജീവിക്കാം. ചോദ്യം, അപ്പൊ നിങ്ങളുടെ അടുത്ത ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന്റെ അടുത്ത ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എന്തോ വേണ്ടേ? സഭയ്ക്ക് എന്തോ അപ്പം വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് ചോദിക്കുന്നു, തരുന്നു, ചോദിക്കുന്നു, തരുന്നു, ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഈ ദൈവിക സമാധാനം ഒന്നും വർക്കൗട്ട് ആകത്തില്ലെന്ന് സഭ പറയല്ലേ. സഭയെ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പ്രൊവിഷനായത്. സഭ ഇത് സ്വീകരിച്ചില്ലേ പിന്നെ ആരാ സ്വീകരിക്കുന്നേ? തന്റെ മക്കൾ ഇത് ഏറ്റെടുത്തില്ലേ പിന്നെ ആരാ ഏറ്റെടുക്കുന്നേ? തന്റെ മക്കളെ ഇതിനു വേണ്ടി ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ ആരെ? ജാതികളെ ഡിസിപ്ലിൻ ചെയ്യണോ? ദൈവം പിതാവായിരിക്കുന്ന തന്റെ ജനത്തിന് ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകത്താർക്കു വേണ്ടിയാണ് വെച്ചിരിക്കുന്നേ? ഇന്ന് രാത്രി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, വ്യർത്ഥമായ സ്തോത്രങ്ങൾ ഞങ്ങൾ ഉയരരുത്, അർത്ഥമുള്ള സ്തോത്രങ്ങൾ ഉയരണം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബോധവും ബോധ്യവും ഉണ്ടായിരിക്കണം. ദൈവം എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് എണ്ണി പറയും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആവശ്യങ്ങൾ എണ്ണി പറയാൻ അറിയുന്ന നമുക്കെന്താ? ചെയ്തത് എണ്ണി പറയാൻ അറിയത്തില്ലേ? കിട്ടാനുള്ളതൊക്കെ എണ്ണി ചോദിക്കാൻ അറിയാം, കിട്ടിയത് എണ്ണി പറയാൻ അറിയത്തില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ലൗകികരായി പോയി തുടങ്ങുന്നു.
നമ്മൾ ആത്മീകരാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്തിനായിരിക്കും അറിയാവോ? കിട്ടിയതിൽ എണ്ണി എണ്ണി നന്ദി പറയാൻ. നമ്മൾ ആത്മീകരാണെങ്കിൽ നമ്മുടെ ഒന്നാം സ്ഥാനം ദൈവം ചെയ്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നൽകി തരേണ്ട ആവശ്യങ്ങളെ അറിയിക്കുന്നവരായിരിക്കും. നാം ലൗകികരാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയാവോ? ഇന്നത്തെ പ്രാർത്ഥന മൊത്തം അങ്ങനെയല്ലേ നടക്കുന്നേ? ആവശ്യങ്ങളെ ദൈവസ്ഥെല്ലാം അങ്ങനെ ഘോഷയാത്ര പോലെ അറിയിച്ച് അതിനു വേണ്ട എല്ലാ ആഡംബരങ്ങളോടുകൂടെ അറിയിക്കുന്ന ഒരു കൂട്ടമാണിന്ന്. നമുക്ക് ദൈവസ്ഥനിൽ നമ്മളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ, tell God what you need. Thank him for all he has done. കഴിഞ്ഞോ? ദൈവ അനുഗ്രഹമായി കാര്യങ്ങളെ ചെയ്തതിന്റെ സന്തോഷം കഴിഞ്ഞോ? സഭയിൽ വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ സന്തോഷം കഴിഞ്ഞോ? ഒരു സാധ്യതയില്ലാത്തത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിന്റെ സന്തോഷവും ആരവാരവും ഒക്കെ കഴിഞ്ഞോ? ആരോഗ്യത്തിന് മേലും ആവശ്യത്തിന്റെ വിവിധ തലങ്ങളിലും ഇന്നുവരെയുള്ള ആയുസ്സിലെ വിഷയങ്ങളുടെ മേലും, കുഞ്ഞുങ്ങളുടെ വിവാഹ വിഷയത്തിന്മേലും, പഠന വിഷയത്തിന്മേലും, ജോലി വിഷയത്തിന്മേലും, സഭയുടെ ആത്മീയ ശുശ്രൂഷകളുടെ മേലും, തലമുറയുടെ മേലും, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളുടെ മേലും ദൈവം പ്രവർത്തിച്ചതിന്റെ സന്തോഷമൊക്കെ കഴിഞ്ഞോ? എല്ലാം മറന്നോ? ദീർഘവർഷങ്ങൾ ഇനി ഈ വിഷയത്തിന് എങ്ങനെ ആണൊരു മറുപടി ഉണ്ടാകുന്നെന്ന് തോന്നിയ വിഷയങ്ങൾക്ക് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവന്റെ പ്രവർത്തിയുടെ സന്തോഷം ഇത്ര വേഗം മറന്നുപോയോ? ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞ ദിനങ്ങൾ മറന്നു തുടങ്ങിയോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞത് അടുത്ത പ്രശ്നം വന്നപ്പോൾ മറന്നോ? നിരാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സഭയോട് ചോദിക്കുക, സഭയെ മറന്നോ? ആവശ്യങ്ങൾ മാത്രമേ ഉള്ളോ? അതോ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് എണ്ണി എണ്ണി നന്ദി പറയാൻ സഭയ്ക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സഭയോടുള്ള വാഗ്ദാനത്തിന് മാറ്റമില്ല. സഭ ദൈവിക സമാധാനം അനുഭവിച്ചിരിക്കും. ഞാൻ എന്റെ വാക്കുകളെ പറഞ്ഞിങ്ങനെ നിർത്താം. ഈ നിബന്ധന പാലിക്കുന്നവർ, ഈ ആലോചന അനുസരിക്കുന്നവർ, ഈ ദൈവഹിതം നിറവേറ്റുന്നവരുടെ ജീവിതത്തിനുള്ള വാഗ്ദാനം വീണ്ടും ദൈവം ഓർപ്പിക്കുന്നു. ആകുലതകൾ അവരുടെ പടിക്ക് പുറത്തും ദൈവിക സമാധാനം അവരുടെ ഉള്ളിലും വാഴും. ആരെങ്കിലും പറയുകയാണ് എന്റെ ഉള്ളിൽ ആ ദൈവിക സമാധാനം വാഴുന്നില്ല, ആകുലതകളാണെങ്കിൽ നിങ്ങൾ ദൈവഹിതത്തിനെതിരായി ജീവിക്കുന്നു. അല്ല, നാം പറയുകയാണ് ആവശ്യങ്ങൾ എന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ആകുലതകൾ എന്റെ ഉള്ളിലില്ല. എന്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്നത് അത് എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും, എല്ലാം നടക്കും, നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ആകുലതയല്ല, മറിച്ച് എന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്ന ദൈവിക സമാധാനം ഒരു ഗാർഡായി, ഒരു സെക്യൂരിറ്റി ഗാർഡായി, ഒരു കാവൽ പടയാളിയായി, കാവൽക്കാരനായി ഒരൊറ്റ ആകുലതകൾ ഈ സഭയുടെ, ഈ ദൈവമക്കളുടെ ഹൃദയത്തെ ഞാൻ കടത്തിവിടത്തില്ല. ദൈവത്തിന്റെ സമാധാനം പറയുന്നു. ഈ സമാധാനത്തിന്റെ ഉത്തരവാദിത്വമാണ് തന്റെ ജനത്തെ സമാധാനത്തോടെ, ജയത്തോടെ, ആകുലതകളാൽ വലയപ്പെടാതെ, സ്വാധീനിക്കപ്പെടാതെ ക്രിസ്തുവിന്റെ വരവിനായുള്ള ആകാംക്ഷയോടെ കാക്കുക എന്നുള്ളത്. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.